എനിക്ക് നെറ്റ് ചാർജ് ഉണ്ടോ? നെറ്റ് ചാർജ് എന്താണ്? മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും എക്സ്ട്രാ ചാർജ് ഉണ്ടോ? നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, എക്സ്ട്രാ ചാർജ് ഉണ്ടോ? ആൻസർ എന്താണ്? ആൻസർ എനിക്ക് ചാർജ് ഇല്ല. അപ്പൊ സാറിന്റെ ഉള്ളിൽ ഒരു ചാർജും ഇല്ലേ? അങ്ങനെയാണോ? അങ്ങനെയല്ല, എനിക്ക് നെറ്റ് ചാർജ് ഇല്ല. അതായത് പോസിറ്റീവോ നെഗറ്റീവോ എൻ്റെ ഉള്ളിൽ കൂടുതലില്ല. സാർ ഒന്നും മനസ്സിലായില്ല. അപ്പൊ ആലോചിച്ചു നോക്കട്ടോ, എന്റെ ബോഡി എന്ത് വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്? എലമെന്റ്സ് വെച്ചിട്ടില്ലേ? എന്തൊക്കെ എലമെന്റ്സ് നമ്മുടെ ബോഡിയിൽ കൂടുതലുള്ളത്? ഹൈഡ്രജൻ. നമ്മുടെ ബോഡിയിൽ ഓൾമോസ്റ്റ് 80% എന്തോ വാട്ടറാണ്. വാട്ടറിൽ ഹൈഡ്രജൻ ഇല്ലേ? വാട്ടറിൽ ഓക്സിജൻ ഇല്ലേ? പിന്നെ നമ്മുടെ സ്കിന്നൊക്കെ ഉണ്ടാക്കിയിരുന്ന കാർബൺ വെച്ചിട്ടില്ലേ? അങ്ങനെ കുറെ എലമെന്റ്സ് വെച്ചിട്ടാണ് നമ്മുടെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത്. സമ്മതിച്ചു. ഹൈഡ്രജന്റെ ഉള്ളിൽ ഇലക്ട്രോണും പ്രോട്ടോണും ഇല്ലേ? ഹൈഡ്രജന്റെ ഉള്ളിൽ നടുവിൽ എന്താണുള്ളത്? ഒരു പ്രോട്ടോണും ചേർത്ത് കിടന്ന ഒരു ഇലക്ട്രോൺ അല്ലേ? അതെ. കാർബണിലും ഓക്സിജനിലും ഒക്കെ ഇല്ലേ ഇഷ്ടംപോലെ ഇലക്ട്രോണും പ്രോട്ടോണും? ഈ ഇലക്ട്രോണും പ്രോട്ടോണും ഒക്കെ പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് ഇല്ലേ? അപ്പൊ എന്റെ ഉള്ളിൽ ചാർജുകൾ ഉണ്ടോ? എന്റെ ഉള്ളിൽ ചാർജുകൾ ഇഷ്ടംപോലെ ഉണ്ട്. കാരണം ഞാൻ എലമെന്റ്സ് വെച്ചിട്ട് ഉണ്ടാക്കിയിരുന്ന എലമെന്റ്സിന്റെ ഉള്ളിലൊക്കെ ഇലക്ട്രോണും പ്രോട്ടോണും ഉണ്ട്. ഇലക്ട്രോണും പ്രോട്ടോണൊക്കെ ചാർജ് ഉള്ളതുകൊണ്ട് തന്നെ എന്റെ ഉള്ളിൽ കുറെ ചാർജുകളുണ്ട്, ഇഷ്ടംപോലെ ചാർജുകളുണ്ട്. പോസിറ്റീവ് മാത്രമല്ല, നെഗറ്റീവ് ഉണ്ട്. പക്ഷെ എന്നാലും എനിക്ക് നെറ്റ് ചാർജ് ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. അതിന്റെ കാരണം എന്താ? കാരണം എന്റെ ഉള്ളിൽ എത്രത്തോളം പ്രോട്ടോൺസ് ഉണ്ടോ അത്രത്തോളം ഇലക്ട്രോൺസ് ഉണ്ട്. ഈ എലമെന്റ്സിലൊക്കെ എത്രത്തോളം പ്രോട്ടോൺ ഉണ്ടോ അത്രത്തോളം ഇലക്ട്രോൺസ് ഉണ്ട്. എത്രത്തോളം പ്രോട്ടോൺ ഉണ്ട് അത്രത്തോളം ഇലക്ട്രോൺസ് ഉണ്ട്. എത്രത്തോളം പ്രോട്ടോൺ ഉണ്ട് അത്രത്തോളം ഇലക്ട്രോൺസ് ഉണ്ട്. അത് എത്രത്തോളം പോസിറ്റീവ് ചാർജ് ഉണ്ട് അത്രത്തോളം നെഗറ്റീവ് ചാർജ് ഉണ്ട്. സോ വാട്ട് ഈസ് ദി നെറ്റ് ചാർജ്? നെറ്റ് ചാർജ് Q is equal to 0 ആയിരിക്കും. നെറ്റ് ചാർജ് ഇല്ല. അങ്ങനത്തെ ആൾക്കാർ നമ്മൾ പറയും ന്യൂട്രൽ ബോഡി. ഇപ്പൊ ഞാനൊരു ന്യൂട്രൽ ബോഡിയാണ്, ഞാൻ ചാർജ്ഡ് ബോഡി അല്ല. ഞാൻ ചാർജ്ഡ് ബോഡി അല്ല. എന്നാൽ എന്നെ ചാർജ്ഡ് ആക്കാൻ പറ്റുമോ? എന്നെ ഒരു ചാർജ് ഉള്ള ബോഡി ആക്കാൻ പറ്റുമോ? പറ്റും. കുറച്ച് ഇലക്ട്രോൺസ് വിതറിയാൽ മതി, അല്ലെ കുറച്ച് പ്രോട്ടോൺസ് വിതറിയാൽ മതി, അല്ലേ? പക്ഷെ അത് അത്ര സിമ്പിൾ അല്ല. ഇങ്ങനെ ഇലക്ട്രോൺ കയ്യിൽ കൊണ്ടുവന്ന് കുറച്ച് ഇങ്ങനെ വിതറി ഇതാക്കാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ പൂക്കളത്തിൽ പൂവിടുന്ന പോലെയോ അങ്ങനത്തെ പരിപാടിയൊന്നും അല്ല. കുറച്ചും കൂടി മെനക്കെട്ടുള്ള പരിപാടിയാണ്.